ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ബ്ലേക്ക് ക്രൗച്ചിന്റെ അപ്ഗ്രേഡ് എന്ന സയൻസ് ഫിക്ഷൻ നോവലിന്റെ അതിഗംഭീരമായൊരു വിശകലനമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. മനുഷ്യന്റെ പരിണാമത്തിന്റെ ഭാവിയെക്കുറിച്ച് ശരിക്കും നമ്മളെ ഭയപ്പെടുത്തുന്ന ചില ചോദ്യങ്ങൾ ഉയർത്തുന്ന അതിവേഗത്തിലുള്ളൊരു ത്രില്ലറാണിത്. അപ്ഗ്രേഡിന്റെ ഈ കവർ തന്നെ ഈ പുസ്തകത്തിന്റെ പ്രമേയം എത്രത്തോളം സീരിയസ് ആണെന്ന് കാണിക്കുന്നുണ്ട്. വളരെ സങ്കീർണമായ ഒരു സയൻസ് ഫിക്ഷൻ ലോകത്തെക്കുറിച്ചും ഒപ്പം ഈ കഥയുടെ കാതലായ വലിയ ധാർമ്മിക പ്രതിസന്ധികളെക്കുറിച്ചുമാണ് ഈ വിശകലനത്തിലൂടെ നിങ്ങളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. എർവിൻ ചാർഗാഫിന്റെ വളരെ ഡാർക്കായ ഒരു ഉദ്ധരണിയോടെ നമുക്കിത് തുടങ്ങാം. നിങ്ങൾക്ക് ഒരു പുതിയ ജീവരൂപത്തെ പിൻവലിക്കാൻ കഴിയില്ല. ഈ വരികൾ കേൾക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ഭയം തോന്നുന്നില്ലേ? അതെ, ജീനുകളിൽ ഒരു മാറ്റം വരുത്തി അതിനെ ലോകത്തേക്ക് ഒരിക്കൽ തുറന്നുവിട്ടാൽ പിന്നീട് ഒരിക്കലും അതിനെ തിരിച്ചെടുക്കാൻ സാധിക്കില്ല. സീറോ, അതാണിതിലെ ഏറ്റവും വലിയ അപകടം. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ എത്തി നിൽക്കുന്നത് വളരെ ഇരുണ്ട ഒരു ഭാവിയിലാണ്. അവിടെ ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ ഫെഡറൽ കുറ്റകൃത്യമാണ്. GPA അഥവാ ജീൻ പ്രൊട്ടക്ഷൻ ആക്ട് എന്നൊരു സർക്കാർ ഏജൻസി ഇത്തരം ജനിതക മാറ്റങ്ങൾക്കെതിരെ കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഒരു കാലഘട്ടം. എന്തുകൊണ്ടായിരിക്കും ഇത്ര വലിയ നിയന്ത്രണങ്ങൾ അവിടെയുള്ളതെന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, അല്ലേ? അതിനുള്ള ഉത്തരം ഇതാണ്. പഴയകാലത്ത് സംഭവിച്ചൊരു ജീൻ എഡിറ്റിംഗ് അബദ്ധം മൂലം ദി ഗ്രേറ്റ് സ്റ്റാർവേഷൻ അഥവാ വലിയൊരു പട്ടിണി ലോകത്തുണ്ടായി. ലക്ഷക്കണക്കിന് ആളുകളെ ബാധിച്ച ആ സംഭവം മനുഷ്യരാശിയെ വല്ലാതെ തളർത്തി. അതുകൊണ്ടാണ് ജനിതകശാസ്ത്രത്തെ ലോകം ഇത്രത്തോളം ഭയക്കുന്നത്. എന്നാൽ നിയമങ്ങൾ ഇത്ര കർശനമാണെങ്കിലും എവിടെയെങ്കിലും ഒരു പഴുതുണ്ടാകുമല്ലോ. അതെ, രഹസ്യമായി പ്രവർത്തിക്കുന്ന ബ്ലാക്ക് മാർക്കറ്റ് ജീൻ ലാബുകൾ അവിടെ ഇപ്പോഴും സജീവമാണ്. ആളുകൾ തങ്ങളുടെ സ്റ്റാറ്റസ് കാണിക്കാനും വളർത്തുമൃഗങ്ങളെയും ലഹരിമരുന്നുകളെയും മാറ്റാനുമൊക്കെ ഇപ്പോഴും DNA മാറ്റങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അധ്യായം 1. അപ്രതീക്ഷിതമായൊരു അപ്ഗ്രേഡിന്റെ തുടക്കം. ഈ കഥ ശരിക്കും നമ്മളെ ഹുക്ക് ചെയ്യുന്നത് ഇതിലെ നായകനിലൂടെയാണ്. ലോഗൻ റാംസേ എന്ന GPA ഏജന്റ്. ഡെൻവറിലെ ഒരു രഹസ്യ ലാബിൽ റെയ്ഡ് നടത്തുന്നതിനിടയിൽ അവൻ തീർത്തും അപ്രതീക്ഷിതമായി ആക്രമിക്കപ്പെടുകയാണ്. അതവന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോവാണ്. ആ ആക്രമണം ശരിക്കും എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ആ ബേസ്മെന്റിൽ വെച്ച് ഒരു ഐസ് ഗോളം പൊട്ടിത്തെറിക്കുന്നു. പെട്ടെന്നതിൽ നിന്ന് ജീനോമിൽ മാറ്റം വരുത്താൻ കഴിവുള്ള നിഗൂഢമായൊരു വൈറസ് പുറത്തുവരികയാണ്. അടുത്ത പടിയിൽ എന്താണ് സംഭവിക്കുന്നതെന്നോ? ഈ വൈറസ് ലോഗന്റെ ശരീരത്തിൽ പ്രവേശിച്ച് അവന്റെ DNAയെ പൂർണ്ണമായും ശാശ്വതമായും മാറ്റിയെഴുതുന്നു. അതായത് ആ ചെറിയ സ്ഫോടനത്തിലൂടെ ലോഗൻ അറിയാതെ തന്നെ ഒരു അപ്ഗ്രേഡിന് വിധേയനാകുകയാണ്. ഇവിടെ നമ്മൾ ഇതിലെ സയൻസ് കുറച്ചൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. AAVS1, CCR5 തുടങ്ങിയവ DNAയിലെ വളരെ അപകടരഹിതമായ ചിലയിടങ്ങളാണ്. ഇതിനെ ജനറ്റിക് സേഫ് ഹാർബറുകൾ എന്നാണ് വിളിക്കുന്നത്. ഇതൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാരകമായ പാർശ്വഫലങ്ങൾ ഇല്ലാതെ തന്നെ പുതിയ ജനിതക കോഡുകൾ ഇവിടേക്ക് വളരെ സേഫായി ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ലോഗന്റെ ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങളിലെ ഈ പ്രത്യേക ഇടങ്ങളിലാണ് വൈറസ് പുതിയ മാറ്റങ്ങൾ അഥവാ അപ്ഗ്രേഡുകൾ രേഖപ്പെടുത്തിയത്. വളരെ കൃത്യമായൊരു പ്ലാനിംഗ് ആയിരുന്നു അത്. ഇവിടെ ത്രില്ലർ വലിയൊരു ട്വിസ്റ്റിലേക്ക് കടക്കുകയാണ്. ഈ അപ്ഗ്രേഡിന് പിന്നിൽ പ്രവർത്തിച്ച മാസ്റ്റർ ബ്രെയിൻ വേറെ ആരുമല്ല, മരിച്ചുപോയി എന്ന് ലോകം മുഴുവൻ വിശ്വസിച്ചിരുന്ന ലോഗന്റെ സ്വന്തം അമ്മ മിരിയമാണ്. വർഷങ്ങൾക്കു മുൻപ് ആ ഗ്രേറ്റ് സ്റ്റാർവേഷന് കാരണക്കാരിയായ അതേ പ്രഗത്ഭയായ ശാസ്ത്രജ്ഞ. മാസങ്ങൾക്കു മുൻപ് സ്വന്തം മരണം വ്യാജമായി സൃഷ്ടിച്ചവർ മനുഷ്യവംശത്തിന്റെ അടുത്ത പരിണാമം നിർബന്ധിതമായി നടപ്പിലാക്കാൻ ലക്ഷ്യമിടുകയാണ്. അതിനായി അവർ സ്വന്തം മക്കളിൽ തന്നെയാണ് ഈ വൈറൽ അപ്ഗ്രേഡ് പരീക്ഷിച്ചത്. എന്തൊരു ഭയാനകമായ അവസ്ഥയാണെന്ന് ആലോചിച്ചു നോക്കൂ. അധ്യായം 10. മാരകമായ ആ പുതിയ വൈറസിന്റെ ഉദയം. കഥ കൂടുതൽ ഡാർക്കാവുന്നത് ഇവിടെയാണ്. കാരണം ലോഗിന് മാത്രമല്ല, അവന്റെ സഹോദരിയായ കാരയ്ക്കും ഇതേ അപ്ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. അമ്മയുടെ ഈ ദൗത്യത്തെ കാഡ് വളരെ എക്സ്ട്രീമായ, ഭയപ്പെടുത്തുന്ന മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ക്യാരയുടെ ലക്ഷ്യം ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ബുദ്ധിശക്തി കൂട്ടാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു വൈറസ് അവൾ വികസിപ്പിച്ചെടുത്തു. ഇതിന്റെ വ്യാപനശേഷി അഥവാ R0 9-നടുത്താണ്. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നോ? ഇതിന് 13.6% പരാജയ സാധ്യതയുണ്ട്. കേൾക്കുമ്പോൾ ചെറിയ നമ്പറാണെന്ന് തോന്നാം, പക്ഷേ ലോക ജനസംഖ്യ വെച്ച് നോക്കുമ്പം കോടിക്കണക്കിന് ആളുകൾക്ക് മാരകമായ പ്രിയോൺ ഡിസീസ് വല്ല അതിദാരുണമായി മരിക്കാൻ ഇത് കാരണമാകും. ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ഐഡിയോളജിക്കൽ ക്ലാഷ് അഥവാ ആശയപരമായ പോരാട്ടം നമ്മൾ കാണുന്നത്. കാരയുടെ പ്ലാൻ വളരെ സിമ്പിളാണ്.
മനുഷ്യർ ബുദ്ധിപരമായും ശാരീരികമായും അപ്ഗ്രേഡ് ചെയ്യപ്പെടണം. അതിനു വലിയൊരു വിഭാഗം ജനങ്ങൾ മരിച്ചാലും അവൾക്കതൊരു പ്രശ്നമല്ല. എന്നാൽ മറുവശത്ത് ലോകനോ, മനുഷ്യർക്ക് വേണ്ടത് ബുദ്ധിശക്തിയല്ല, മറിച്ച് കൂട്ടമരണങ്ങളില്ലാതെ മനുഷ്യർക്കിടയിൽ സഹാനുഭൂതിയും സ്നേഹവും സമാധാനപരമായി വർദ്ധിപ്പിക്കുന്ന ഒരു മാറ്റമാണ് എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അധ്യായം 11 പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുന്നു. തന്റെ സ്വന്തം സഹോദരി ലോകത്തിനെത്രത്തോളം വലിയൊരു ഭീഷണിയാണെന്ന് ലോകനിപ്പോൾ വ്യക്തമായി അറിയാം. എന്ത് വില കൊടുത്തും കാരയുടെ ഈ നിർബന്ധിത പരിണാമ പദ്ധതി തടയാൻ അവൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവൻ ആഗോളതലത്തിലുള്ള വലിയൊരു മാൻഹണ്ടിന് തുടക്കം കുറിക്കുന്നു. പക്ഷെ കാരയെ നേരിടാൻ ലോകന് നിലവിലുള്ള ശക്തി പോരായിരുന്നു. അതുകൊണ്ടവൻ വളരെ അപകടകരമായ ഒരു വഴി തിരഞ്ഞെടുക്കുന്നു. ഹൈഡ്രോഡൈനാമിക് ഫോഴ്സ്, അതായത് വളരെ ഉയർന്ന മർദ്ദത്തിലൂടെ ഒരു ഇഞ്ചക്ഷനിലൂടെ DNA പാക്കേജുകളെ ശരീരത്തിലെ കോശങ്ങളിലേക്ക് നേരിട്ട് ഇടിച്ചുകയറ്റുന്ന അതിസാഹസികമായൊരു രീതി. സ്വന്തം ശരീരത്തെ ഇൻസ്റ്റന്റായി അപ്ഗ്രേഡ് ചെയ്യാൻ ലോകൻ ആ വലിയ റിസ്കേറ്റെടുക്കുകയാണ്. ഭാഗം 3. ലോകത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന ആ അവസാന പോരാട്ടം അടുക്കുന്നു. ഒരു നിമിഷം പോലും പാഴാക്കാനില്ലാത്ത ടിക് ടിക് അവസ്ഥയാണിവിടെ. കാര അവളുടെ ആ ഭയാനകമായ വൈറസ് സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് തുറന്നുവിടുന്നതിനു മുൻപ് അവളുടെ നെറ്റ്വർക്ക് എങ്ങനെയെങ്കിലും തടഞ്ഞേ തീരൂ എന്നുറപ്പിച്ച് ലോകൻ കുതിക്കുകയാണ്. കാര എത്രത്തോളം പക്കയായാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തത് എന്ന് ഈ കേബിൾ കണ്ടാൽ മനസ്സിലാകും. നോക്കൂ, വൈറസ് നിർമ്മിക്കാൻ ഒരു സംഘം വൈറോളജിസ്റ്റുകൾ, പദ്ധതിക്ക് സുരക്ഷയൊരുക്കാൻ സ്പെഷ്യൽ ഫോഴ്സ്, ഇതെല്ലാം കൃത്യമായി നിയന്ത്രിക്കാൻ സാക്ഷാൽ കാര. ഒടുവിൽ ഈ വൈറസിനെ ന്യൂയോർക്കിൽ നിന്നും ലോകമെമ്പാടും എത്തിക്കാൻ കുറച്ച് സൂപ്പർ സ്പ്രെഡേഴ്സ്. ലോകം എത്രത്തോളം വലിയൊരു അപകടത്തിന്റെ വക്കിലായിരുന്നു എന്ന് ഈ ലിസ്റ്റ് കാണുമ്പോൾ നമുക്ക് ശരിക്കും ബോധ്യമാകും. അങ്ങനെ ആ ഭയാനകമായ പദ്ധതി തടയാനായി ലോകനും GPAയും ചേർന്ന് ന്യൂയോർക്ക് നഗരത്തിൽ തങ്ങളുടെ അവസാന നീക്കം നടത്തുകയാണ്. ലോവർ മാൻഹറ്റനിലെ ഒമേഗ ബിൽഡിംഗിലാണ് ആ ഹൈ സ്റ്റേക്സ് റെയ്ഡ് നടക്കുന്നത്. 12 പേരടങ്ങുന്ന ഒരു കിഡിലൻ ബയോസ്വാറ്റ് സംഘം C4 സ്ഫോടക വസ്തുക്കൾ, തെർമൽ ഇമേജിംഗ് ഡ്രോണുകൾ തുടങ്ങി അത്യാധുനിക സജ്ജീകരണങ്ങളോടെ ക്യാരയുടെ സായുധ സേനയെ നേരിടാൻ അവരിറങ്ങുകയാണ്. ആ സൂപ്പർ സ്പ്രെഡേഴ്സ് എയർപോർട്ടുകളിൽ എത്തുന്നതിനു മുൻപ് അവരെ തടയാനുള്ള ശരിക്കും ഒരു ജീവൻ മരണ പോരാട്ടം. അധ്യായം 15 ആ വലിയ റെയ്ഡിനു ശേഷമുള്ള അനന്തരഫലങ്ങൾ. ആ വമ്പൻ പോരാട്ടത്തിനു ശേഷം എന്താണ് സംഭവിച്ചതെന്നല്ലേ? റെയ്ഡിന്റെ ഈ അവസാന ഘട്ടത്തിൽ മനുഷ്യരാശിയുടെ ഭാവിയും രക്ഷയും നിർണയിക്കുന്ന ഏറ്റവും നിർണായകമായ ആ തീരുമാനമെടുക്കേണ്ടത് ലോകനാണ്. ആ അന്തിമ തീരുമാനം എന്തായിരുന്നു? ലോകൻ ഒടുവിൽ തന്റെ സ്വന്തം പ്ലാൻ, അതായത് ആ സമാധാനപരമായ പദ്ധതി തന്നെ നടപ്പിലാക്കുന്നു. കാരയുടെ ആ മാരകമായ വൈറസിനു പകരം അവൻ വളരെ സേഫായ മറ്റൊരു അപ്ഗ്രേഡ് ലോകത്തേക്ക് തുറന്നുവിടുകയാണ്. ദി എംപഥിക് എവല്യൂഷൻ. അപരിചിതരായ മനുഷ്യർക്കിടയിൽ പോലും പരസ്പരം സഹാനുഭൂതിയും അനുകമ്പയും വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അവൻ തയ്യാറാക്കിയ 100ഓളം സൂപ്പർ സ്പ്രെഡേഴ്സിലൂടെ സ്നേഹം നിറയുന്ന ഈ മാറ്റം അവൻ ലോകമെമ്പാടും രഹസ്യമായി എത്തിക്കുകയാണ്. അവസാനമായി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യരെ കൂടുതൽ സ്നേഹമുള്ളവരും സഹാനുഭൂതിയുള്ളവരുമാക്കാൻ നിർബന്ധിതമായി നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ അതിന് തയ്യാറാകുമോ? അതോ അതൊരു പ്രകൃതി വിരുദ്ധമായ കാര്യമാണെന്ന് ചിന്തിച്ച് പിന്മാറുമോ? ഈ അതിഗംഭീരമായ കഥയുടെ ഏറ്റവും വലിയ സന്ദേശം തന്നെ ഈ ഒരു ചോദ്യത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വിശകലനം നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുക, കൂടുതൽ ചിന്തിക്കുക. വീണ്ടും കാണാം.